അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ റമളാനിലേക്ക് നാം എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ. പുണ്യങ്ങൾ കൂടുതൽ ചെയ്യുകയും തന്നിലെ തിന്മകളെ പാടെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരിക്കണം ഈ പരിശുദ്ധ റമളാൻ നാം വരവേൽക്കേണ്ടത്. റമളാനിൽ നമുക്കറിയാം കുറേ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും തിന്മകളെ ഒഴിവാക്കുക എന്നുള്ള ഒരു രീതി മറന്നു പോകാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, മാനസികമായിട്ട് റമളാനിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളികൾ ഒരുങ്ങിയിട്ടുണ്ടാവും, വീടുകൾ ഒരുങ്ങിയിട്ടുണ്ടാവും, അങ്ങാടികൾ ഒരുങ്ങിയിട്ടുണ്ടാവും റമളാനാക്കുമ്പോൾ, അല്ലേ? റമളാനിൻ്റെ മുന്നറിയിപ്പുകൾ നമ്മളൊരു റംസാൻ മുബാറക്കെങ്കിലും നമ്മുടെ അങ്ങാടികളിൽ കാണും. പള്ളിയിൽ പുതിയ മുസല്ലയും പുതിയ മുസ്ഹാഫുകളും പുതിയ പെയിൻറ്റും ഒക്കെ ഉണ്ടാവും. വീടുകളിൽ അടുക്കളയും അതേപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തുടച്ച് വൃത്തിയാക്കി റമളാനെ വരവേറ്റിട്ടുണ്ടാവും. പക്ഷേ എല്ലാം പുതിയതാവുന്നുണ്ട്, എല്ലാം പുതുമയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പഴയ നമ്മൾ തന്നെയാണുള്ളത്. ഒരു മാറ്റവും ഇല്ലാതെ, ഒരു മാറ്റത്തിനും തയ്യാറാകാത്ത ഞാനാണ് പുതിയ റമളാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല. നമ്മുടെ പള്ളിയിൽ പുതിയ മുസഹാഫ് വന്നതുകൊണ്ടോ അതേപോലെ തന്നെ പള്ളിയിൽ പുതിയ മുസല്ല വന്നതുകൊണ്ടോ എനിക്ക് എൻ്റെ നോമ്പിന് പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങളില്ല. അത് ചെയ്തതിൻ്റെ കൂലി ഉണ്ടാവുന്നല്ലാതെ എൻ്റെ റമളാനിൽ ഞാനാണ് മാറേണ്ടത്, ഞാനാണ് പുതിയതാകേണ്ടത്. അതുകൊണ്ട് മാനസികമായിട്ട് എനിക്കതിലേക്ക് തയ്യാറെടുക്കാൻ പറ്റണം. പരിശുദ്ധ ഖുർആൻ നോമ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. സൂക്ഷ്മത കൈവരിക്കാൻ വേണ്ടിയിട്ട്. അതായത് സൂക്ഷ്മത കൈവരിക്കുക എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിൽ സൂക്ഷ്മത ഉണ്ടാകുക എന്നുള്ളതല്ല, പിന്നെയോ റമളാൻ കഴിഞ്ഞാലും ആ സൂക്ഷ്മതാബോധത്തെ നിലനിർത്തി പോകാൻ പറ്റണം. റമളാൻ 11 മാസത്തേക്കുള്ള ട്രെയിനിങ് ആണ്. റമളാൻ കഴിഞ്ഞാലുള്ള 11 മാസത്തേക്കുള്ള ട്രെയിനിങ് കോഴ്സാണ് റമളാൻ എന്ന് പറയുന്നത്. റമളാനിൽ എല്ലാവരും നല്ല ആളായിരിക്കും, അതുകൊണ്ട് നമുക്ക് നന്നാവാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ ആഫ്റ്റർ റമളാൻ നമ്മുടെ പഴയ രീതിയിലേക്ക് ആകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോട് കൂടിയിട്ടായിരിക്കണം റമളാന് ശേഷം നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകണം. സൂക്ഷ്മതാബോധത്തോടു കൂടിയിട്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം. രണ്ടാമത്തത്, ഒരു നന്മയുടെയും തിന്മയുടെയും ലിസ്റ്റ് തയ്യാറെടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കേണ്ട ഏറ്റവും മോശപ്പെട്ട കാര്യം ഈ റമളാനോട് കൂടിയിട്ട് ഒഴിവാക്കിയിരിക്കുന്നു ഉറപ്പിച്ചു പറയാൻ പറ്റണം. സ്വഭാവ വിഷയങ്ങളാകട്ടെ, ആരാധനയിലുള്ള വൈകല്യങ്ങളാകട്ടെ, എന്താണെങ്കിലും ആ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കും. ഇപ്പം ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോകാത്ത ഒരാളാണ്. ഈ നോമ്പോട് കൂടിയിട്ട് സുബഹിക്ക് പള്ളിയിൽ പോവുക എന്ന് പറയുന്ന ആ ഒരു നന്മയെ ഞാൻ നേടിയെടുത്തിരിക്കും. ഞാൻ പാവങ്ങളെ സഹായിക്കാത്ത ആളാണ്. ഈ നോമ്പോട് കൂടിയിട്ട് പാവങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ഗുണം ഞാൻ നേടിയെടുത്തിരിക്കും. ഞാൻ ദേഷ്യം പിടിക്കുന്ന അതേപോലെ അസൂയ വെച്ച് പുലർത്തുന്ന ആളാണെങ്കിൽ അത് പാടെ ഞാൻ ഒഴിവാക്കിയിരിക്കുമെന്നുള്ള ഒരു തീരുമാനം ഞാൻ എന്താക്കണം, ഈ നോമ്പോട് കൂടിയിട്ട് ഉണ്ടാക്കണം. മൂന്നാമത്തത്, മുഖംമൂടി ധരിച്ചുകൊണ്ട് ഒരിക്കലും റമളാൻ മാസത്തെ നിങ്ങൾ സ്വീകരിക്കരുത്. അതായത് കപടന്മാരാവരുത്. കപട ആത്മീയത നമുക്ക് ദോഷം ചെയ്യും. ചില ആൾക്കാർ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകും, ഇനിയിപ്പോൾ ഒരു മാസം അതൊന്നും കാണാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തോ ജയിലിലേക്ക് പോകുന്നത് പോലെയാണ് പലപ്പോഴും നോമ്പിനെ നമ്മൾ കാണാറുള്ളത്. അങ്ങനെയല്ല. നോമ്പിലേക്ക് പോകുന്ന സമയം നോമ്പ് എനിക്ക് ആത്മീയ വിശുദ്ധി ഉണ്ടാക്കി തരാനുള്ള ഒരു പുണ്യകാലമാണെന്ന ബോധ്യം നമുക്ക് വേണം. അപ്പോൾ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശീയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ഒരാൾക്ക് നോമ്പിന് കയറി കഴിഞ്ഞാൽ പറയുന്നില്ലേ, നോമ്പായിപ്പോയി, എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, നോമ്പ് ആയതുകൊണ്ട് ഞാൻ എനിക്കൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല. നോമ്പ് കഴിഞ്ഞാൽ പറ്റുന്ന ഹലാലായിട്ടുള്ള തെറിയുണ്ടോ? ദേഷ്യം പിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലുള്ളത് നോമ്പ് കഴിയട്ടെ, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കി പറഞ്ഞുതരാണ്. നോമ്പ് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ. നോമ്പൊന്ന് കഴിഞ്ഞ് കിട്ടട്ടെ, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന രീതിയാണ് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോഴേ നമുക്കുണ്ടാകുന്നത്. അതുണ്ടാക്കാൻ പാടില്ല. അതേപോലെ തന്നെ നോമ്പിൽ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നും മുസ്ലിം ആവരുത്. ചില ആൾക്കാർ അങ്ങനെ നോമ്പിന് കാണാൻ സ്റ്റാറ്റസൊക്കെ ആയത്ത്, നോമ്പ് ഒന്നാമത്തെ സന്ദേശം ആയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടും. നോമ്പ് കഴിഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ പാട്ടും സിനിമാ പാട്ടും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോമ്പിന് സ്റ്റാറ്റസ് ഉണ്ടാവുക. യൂട്യൂബിൽ കാണാൻ അടുക്കളയിൽ നിന്നൊക്കെ നല്ല പ്രഭാഷണമായിരിക്കും, ഓഫീസിൽ നിന്നൊക്കെ നല്ല പ്രഭാഷണങ്ങളും നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞാലോ പിന്നെ യൂട്യൂബിൽ ഇന്ന ആൾക്കാർ പോലെ ഫാമിലി ടൂർ പോയത് അത് കാണാനും, പിന്നെ മറ്റാൾ ചോറ് വെക്കുന്നതും ചായ വെക്കുന്നതും ഇത് കണ്ട് നിങ്ങളായിരിക്കും ഷെയർ ഇടാനുള്ള ഒരു രീതി യൂട്യൂബാവും. ഇപ്പോൾ യൂട്യൂബിൽ നമ്മളെന്തായത്, യൂട്യൂബ് അതേപോലെ തന്നെ ഈ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ നോമ്പിന് മുസ്ലിം ആവുകയും നോമ്പ് കഴിഞ്ഞാൽ മുസ്ലിം ആകുന്ന രീതിയുണ്ട്. അതായത് കപടന്മാരാവരുത്. നമ്മൾ വിചാരം ഒരു മാസം നമ്മൾ നല്ല രീതിയിൽ പഠിച്ചവന് കാണിച്ചു കൊടുത്താൽ നമുക്ക് എന്തോ ഒരു കൂലിയും കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലാത്ത രീതി, അത് ഉണ്ടാക്കാൻ പാടില്ല. കപട ആത്മീയത പ്രശ്നമാണ്.
അതുകൊണ്ട് മനസ്സ് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹ് നോക്കുക എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുക. 1 മാനസികമായിട്ട് എടുക്കുക, നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക. 3 കപടാത്മീയ ഒഴിവാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നോമ്പിനെ വരവേൽക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.